തിരുവാതിക്കലിൽ ഇന്ദ്രപ്രസ്ഥം ഹോട്ടൽ ഉടമയുടെയും ഭാര്യയുടെയും കൊലപാതകം മുൻ വൈരാഗ്യത്തെ തുടർന്നെന്ന് സംശയം. ഇത്തരത്തിൽ സംശയം ശക്തമാകുമ്പോൾ ആ വീട്ടിൽ നിന്ന് സെപ്റ്റംബറിൽ മോഷണം പോയത് ഐഫോണാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് വീട്ടിൽ നിന്നും ഐഫോൺ മോഷ്ടിക്കുകയും അക്കൗണ്ടിൽ നിന്ന് പണം തട്ടിയെടുക്കുകയും ചെയ്ത ഇതര സംസ്ഥാന തൊഴിലാളിയെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണവും തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളി വീട്ടിൽ നിന്നും ഇവരുടെ ഐഫോൺ മോഷ്ടിച്ചിരുന്നു. ഈ ഫോൺ ഉപയോഗിച്ച് ഇയാൾ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കുകയും ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ച് വിജയകുമാറും ഭാര്യയും പോലീസിൽ പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇയാൾ പോലീസ് കസ്റ്റഡിയിൽ നിന്നും ജാമ്യത്തിൽ ഇറങ്ങിയത്. ഇയാളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടക്കുന്നത്. വിജയകുമാറിന്റെ മകൻ 7 കൊല്ലം മുമ്പ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു. മകൻ വിദേശത്താണ്. 6 മാസം മുമ്പായിരുന്നു വിദേശിയുമായുള്ള മകളുടെ വിവാഹം. മകൾ ഡോക്ടറാണ്. ഇവരുടെ ഉടമസ്ഥതയിലുള്ള ഇന്ദ്രപ്രസ്ഥ ഓഡിറ്റോറിയത്തിലായിരുന്നു മകളുടെയും വിവാഹം കഴിഞ്ഞ് വിദേശത്ത് പോയ മകൾ നാട്ടിലേക്ക് ഉടൻ തിരികെ വരാൻ ഇരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് അച്ഛനും അമ്മയും കൊല്ലപ്പെടുന്നത്. തിരുവാതിക്കലിൽ ഇന്ദ്രപ്രസ്ഥ ഓഡിറ്റോറിയം ഉടമയെയും ഭാര്യയെയും കൊലപ്പെടുത്തിയത് അതിക്രൂരമായി മുൻവൈരാഗ്യത്തെ തുടർന്നെന്നാണ് പോലീസ് നിഗമനം. രണ്ടുപേരുടെയും മുഖത്താണ് മാരകമായി പരിക്കേറ്റിരിക്കുന്നത്. കോടാലി ഉപയോഗിച്ചാണ് രണ്ടുപേരെയും വെട്ടിക്കൊലപ്പെടുത്തിയത് എന്നാണ് ലഭിക്കുന്ന വിവരം. 2 മുറികളിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കൊലപാതകത്തിന് ഉപയോഗിച്ചെന്ന് കരുതുന്ന കോടാലി വീടിന് സമീപത്ത് നിന്ന് കണ്ടെത്തി.